അപ്പോൾ നമുക്ക് എഗ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുവിട്ടെ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അത് ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തു കേട്ടോ. കടുക് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരികയല്ല, പൊട്ടി വരട്ടെ. അങ്ങനെ കടുകൊക്കെ പൊട്ടി വരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റും ഗ്രീൻ പീസും പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്തു കേട്ടോ. ഇനി അത് നന്നായിട്ട് വഴറ്റുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. നന്നായിട്ട് ഇളക്കുക കേട്ടോ. അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസില്ലേ, അത് ഒഴിക്കുക കേട്ടോ. ഇനി അതൊഴിച്ച് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. മുട്ട നന്നായിട്ട് വഴറ്റി നല്ല മുട്ട നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റി നല്ല ഡ്രൈ ആണ്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇടുക കേട്ടോ. ബസ്മതി റൈസ് ഞാൻ ഉപ്പിട്ടാട്ടോ വേവിച്ചത്. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മല്ലിയില ചേർക്കുക കേട്ടോ. നമ്മുടെ എഗ് റൈസ് റെഡി. താങ്ക് യു.